ഇത് നടക്കില്ല സാർ. ഞാനിവിടെ ജോബിന് വേണ്ടി വന്നപ്പോൾ എന്നോട് ഈ ഒരു PA പോസ്റ്റിൻ്റെ കാര്യത്തെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ട്രാൻസ്ഫർ ആയി PA പോസ്റ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം കൂടി നോക്കണ്ടേ? എന്താ കുക്കി ഇത്? നിനക്ക് ആവശ്യത്തിലേറെ ബുദ്ധിയുണ്ടല്ലോ, പിന്നെ നീ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ PA പോസ്റ്റ് കിട്ടാം, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആകാം, വെറും ഒരു എംപ്ലോയി ആവാം, വേണമെങ്കിൽ സിഇഒന്റെ ഫിയാൻസി ആകാം. ഇതൊക്കെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പിന്നെ ഇത് എന്റെ കമ്പനിയാ, ഇവിടെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ അല്ലേ നടക്കുള്ളൂ. അല്ലാണ്ട് നീ ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെവിക്കൊള്ളാൻ പോണില്ല. അതിന് ടൈം കളയാതെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, ഇനി തൊട്ട് നിന്റെ ക്യാബിൻ അതല്ല, ഇവിടെ എൻ്റെ അടുത്താണ് നിന്റെ ക്യാബിൻ. എല്ലാം നാളെ ആകുമ്പോഴത്തേക്കും ശരിയാക്കിക്കോളും. വേറൊന്നും പറയാൻ എനിക്ക് ഇമെയിൽ ചെയ്യുന്ന എന്നെ ഇങ്ങനെ നോക്കി ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം? നീ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിന്നെ എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. താങ്ക് യു. ഇതെന്താ ഇവിടെ എല്ലാരും കൂടി? PA പോസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയാലുള്ള ചെലവാണ്. നീ ഇരിക്കൂടാ. നീ എവിടെ വന്നിരിക്കട കൂട്ടാ? ഇത് ഞാൻ ആഘോഷിക്കും. ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിട്ടായാലും വേണ്ട, ഇത് ഞാൻ ആഘോഷിക്കും. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. അതല്ലടാ, ഞാൻ പുതിയ PA ആയിരിക്കും. ഞാനും അതാണ് ആലോചിക്കുന്നത്. എന്നാലും അവൻ വന്നവന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. സത്യോടാ, ഏതോ ഭാഗ്യമില്ലാത്തൊരുത്തനാണ് അവൻ. അവന്റെ മുൻജന്മത്തിൽ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. പാവം. എന്തായാലും അവന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം ഇവിടെ വന്നതോട് തീർന്നോളൂ. വേറെ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. ആ ഡുവൽ പേഴ്സണാലിറ്റിയുടെ PA, എനിക്കൊന്നും ആലോചിക്കാനേ വയ്യ. നീ അവന്റെ ജീവൻ ബാക്കി കിട്ടിയാ മതിയായിരുന്നു. അതെ അതെ, വരാൻ പോണവൻ അറിയില്ലാലോ കടുവക്കൂട്ടിലാ വന്ന് പെടാൻ പോകുന്നേന്ന്. നിർത്തണ ബന്ധികളെ, നീക്ക് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ആ ഭാഗ്യമില്ലാത്തവനില്ലേ, അത് വേറെ ആരില്ല, ഞാനാണ്. കുറെ നേരവും അവന്മാര് തുടങ്ങിയിട്ട്. ഇത് വല്ലാത്തൊരു ചതിയായി പോയി. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതല്ലേ. എന്ത് ചെയ്യാൻ എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ്. നീ രണ്ട് ചെവിയുടെ രണ്ട് മൂക്കിലും കുറച്ച് പഞ്ഞി ഒട്ടി വെച്ച് ഏതെങ്കിലും ഒരു മൂലക്കേ പോയിരുന്നു, ആരുടെയും കണ്ണി പെടാതെ. ഞാൻ അപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞതല്ല അയാൾക്ക് ഇവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഇത് ഞാൻ അപ്പോഴേ ഓർത്തതാ. നിന്നെ PA പോസ്റ്റ് ചെയ്ത് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചായിരുന്നു, എന്തോ എവിടെയോ ചീനി നാർന്നില്ലേന്ന്. ഇപ്പൊ എന്തായാലും ക്ലിയർ ആയി. കണ്ടകശിന് കൊണ്ടേ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ശരിക്കും പൊളിക്കാണ്. ഇത് ഭയങ്കര ഒരു കണ്ടകശനിയായി പോയിട്ടാ. ഈ പോക്കാണെങ്കിൽ ഈ കണ്ടകശനി നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ശവത്തി കുത്തലട മാറി. ഇയാളെ കൊണ്ട് ശാരീരില്ല. നോക്കി നോക്കി ഇയാൾക്ക് കണ്ണു വേദനിക്കണില്ലേ? ഈ നോട്ടുണ്ടെങ്കിൽ ഇയാളെ നോക്കി ഗർഭം ഉണ്ടാക്കുവല്ല. അയ്യേ, ഞാനിത് എന്തൊക്കെയാ പറയണേ? ഇവിടുന്ന് പുറത്ത് ചാടാൻ ഇപ്പൊ എന്തൊരു വഴി? എന്താ കുക്കി ഇത്ര ആലോചിക്കാൻ? ഇവിടുന്ന് എങ്ങനെ പുറത്ത് ചാടും എന്നാണോ? എന്റെ കർത്താവേ, ഇയാളെ മനുഷ്യൻ തന്നെയാണോ അല്ലെങ്കിൽ വല്ല പ്രേതോ? നീ മനസ്സിലാലോചിച്ചത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്നല്ലേ ഇപ്പൊ നീ ആലോചിക്കണേ?
എന്റെ പൊന്നി, മനുഷ്യന് മനസ്സിൽ ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ കാലഘട്ടം തന്നില്ലല്ലോ. ഞാനതൊന്നുമല്ല ആലോചിച്ചത്. ഈ പൂച്ചയുടെ മുന്നിൽ ബിരിയാണി കൊണ്ടുവച്ച പോലെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എന്നെ അങ്ങനെ നോക്കണ്ട, എനിക്ക് ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്നെ ഇങ്ങനെ കൺകുളിർക്കെ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ PO പോസ്റ്റിൽ എത്തിച്ച് നീ ഇത് ഇവിടെ കൊണ്ടുവരുത്തിയേക്കണത്. അപ്പൊ ഇങ്ങനെ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നോക്കി? ഇതിലും നല്ല തന്നെ ഏതെങ്കിലും ഒരു ചിലങ്കുട്ടി കൊണ്ട് പ്രതിഷ്ഠയിട്ട് വെക്കണതാണ്. ഫെന്റാസ്റ്റിക്, അത് നല്ലൊരു ഐഡിയ ആണ്. എന്തുകൊണ്ട് ഞാനത് നേരത്തെ ആലോചിച്ചില്ല? ദൈവമേ, ഇതിപ്പോ എന്റെ വഴി ഞാനായിട്ട് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മിണ്ടാതിരിക്കണായിരിക്കും നല്ലത്. സാർ, എനിക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് വേണം. ഞാനൊന്ന് പുറത്തേക്ക് പോവുക. പുറത്തേക്കോ? നിനക്ക് എവിടെയാ പോകണ്ടേ? തനിച്ച് പോകണ്ട. നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. എന്റെ പൊന്ന് സാർ, എന്നെ ഫോളോ ചെയ്ത് വരരുത്. ഞാനൊന്ന് ടോയ്ലറ്റ് വരെയും പോകുക, വേറെ എങ്ങോട്ടും പോണില്ല. ഞാൻ സമാധാനമായിട്ട് മൂത്രമെങ്കിലും ഒഴിച്ചോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. താനാണല്ലേ പുതിയ PA? എന്താടോ, അവൻ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ തന്നെ? ഏയ്, കുഴപ്പമൊന്നുമില്ല സാർ. താൻ തിരിച്ച് അവന്റെ ക്യാബിനിലേക്ക് പോകുന്നേക്ക് മുന്നേ എന്റെ ക്യാബിൻ വരെ ഒന്ന് വരൂ. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഓക്കെ സാർ. എന്താടാ മോനെ, നീ അപ്പൊ അവൻ ചെറുക്കനിട്ട് കഷ്ടപ്പെടുത്തേണ്ടത് കേട്ടല്ല? എന്താ ഇതെന്നെ ഉദ്ദേശം? നീ എന്തിനാ ചെറുക്കനെ വെറുതെ കമ്പൽ ചെയ്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നേ? നീ അവനവന്റെ വഴിക്ക് വിട്. നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ അവന് നിന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. അവൻ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ, എന്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ അവൻ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. പിന്നെ അവൻ എന്റെ അടുത്ത് നിന്ന് അകന്നു പോകുന്നു, എനിക്ക് അവനെ കിട്ടാതിരിക്കുന്നു, ഒന്നും എനിക്കൊരു പേടിയില്ല. ഇത് ഞാൻ നേരത്തെ ഉറപ്പിച്ച കാര്യം. അവന്റെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ അത് ഞാനാ. ഞാൻ തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കും. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാനതൊന്നുമല്ല പറയാം. എടാ, ഓറ ഫാഷൻസ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് സമ്മതിച്ചതായിട്ടല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരവരുടെ ഡിസിഷൻ എന്താന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നത്തേക്ക് വെക്കണം? വാവ്, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അവരായിട്ടൊരു ഡീൽ കിട്ടുവാണെങ്കിൽ 2 വർഷത്തേക്ക് വേറെ ഡീലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്. നമ്മൾക്ക് എപ്പോഴായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കിട്ടായി. പിന്നെ മീറ്റിംഗ് വെക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഡീല് നമുക്ക് ഏതാണ്ട് കിട്ടിയതുപോലെ തന്നെയാ. സാർ, മേ ഐ കം ഇൻ? യെസ്, കമിൻ. സാർ എന്താ കാണണം എന്ന് പറഞ്ഞേ? താൻ ടെൻഷനൊന്നും അടിക്കണ്ട. ജസ്റ്റ് കൂൾ. തന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. താങ്ക് യു. തനിക്ക് എന്നെ ഒരു ബ്രദറിനെ പോലെ കാണാം. മീൻസ് താൻ ജോഹാന്റെ അടുത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്റെ അടുത്ത് നിന്നാ മതി. ഇസ, ഐ നോ ഏതെന്താ ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലാകും തനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മീൻസ് സാധാരണ ഒരാൾ ബിഹേവ് ചെയ്യണ പോലെ അല്ലേ ഏതും ബിഹേവ് ചെയ്യുന്നത്. വെരി സ്ട്രേഞ്ച് അല്ലേ? തന്നെ വിളിച്ചു പറ്റിയത് ഏതിന് ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റ് എനിക്കെന്തോ തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഇസക്കിപ്പോ ഏകദേശം ഏതിന്റെ ക്യാരക്ടറൊക്കെ എങ്ങനെയാന്ന് പിടികിട്ടി കാണും. അവൻ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് അവൻ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നൊരു സ്വഭാവ. പക്ഷേ നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അതിനൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ നിന്റെ കാര്യം വരുമ്പോ അവന്റെ ക്യാരക്ടറിൽ വളരെ ചേഞ്ച് ഉണ്ട്. നിന്നെ കണ്ടതിന് ശേഷമാണ് അവനൊന്ന് മനസ്സറിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, കുറെ നാൾക്ക് ശേഷം. പക്ഷെ ഞാനിതൊന്നും പറയാനല്ലാട്ടോ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെങ്കിൽ അയാളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവണമല്ലോ. ഞാനായിട്ട് എന്തായാലും ഒന്നും നിന്നോട് പറയില്ല, കാരണം ഇത് അവന്റെ ലൈഫാണ്. അവൻ തന്നെയാണ് നിന്നോടെല്ലാം ഷെയർ ചെയ്യേണ്ടത്. എനിക്ക് നിന്നോട് വേറൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. എനിക്കറിയാം ഏതിന് നിന്നോടുള്ള ഫീലിങ്സ് പോലെ നിനക്ക് തിരിച്ചവനോടില്ലാന്ന്. പക്ഷെ നീ എത്രയൊക്കെ ഓടി അകലാൻ ശ്രമിച്ചാലും അവസാനം നീ അവൻ്റെ അടുത്ത് തന്നെ എത്തും, അല്ലെങ്കിൽ അവൻ എത്തിക്കും.
നീ ഈ കാണുന്ന ഒരു ക്യാരക്ടർ മാത്രമല്ല ഇതിനുള്ളത്. ഇതിനും വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയുണ്ട്. നിന്നോട് ഇപ്പം ഇതൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നീ അത് കണ്ട് പേടിക്കരുതെന്ന് വിചാരിച്ച. കാരണം അവൻ്റെ ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നിനക്ക. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനത് എന്തൊക്കെ പൊട്ടത്തരങ്ങളായി വിളിച്ച് പറയുന്നേ. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തനിക്ക് എന്തോരം അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അധികം വൈകാണ്ട് തനിക്കത് മനസ്സിലാവും ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന്.